ഇന്ന് കേരളത്തിൽ മന്തിക്ക് എത്രത്തോളം ഫാൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ മന്തിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്, വേറൊരു സ്പെഷ്യൽ ഡിഷിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. ഷുവ നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ശരിക്കും ഇതൊരു ഒമാനി ഡിഷാണ്. നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കില്ല നല്ല ഒക്കേഷൻസിൽ, അതുപോലെ അവരുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ഷുവ. ശരിക്കും അവരുണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വാഴയിലയിൽ പൊതിഞ്ഞ്, വാഴയിലല്ല ഒരു പായ പോലത്തെ ഒരു സാധനത്തിൽ പൊതിഞ്ഞ് എല്ലാവരും അവരുടെ പേര് എഴുതി ഒരു വലിയ കുഴിയിലിട്ട് മൂടി പിറ്റേ ദിവസം 24 hours ശേഷം ഒരു സ്ലോക്ക് ചെയ്തതിന് ശേഷമാണ് അത് എടുക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഷുവ. പക്ഷെ ഇവിടെ അത്രയും ലെവൽ ഓഫ് മേക്കിങ്ങിലല്ല ഷുവ കിട്ടുന്നത്. എന്നാലും ഇവിടുത്തെ ഷുവ കൊള്ളായിരുന്നു കേട്ടോ. ബീഫ് ഷുവയാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. അധികം മസാല ചേർത്തിട്ട് ബീഫിൻ്റെ ഫ്ലേവർ അവർ കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് മന്തിക്ക് വരാൻ വെച്ചാൽ ഞങ്ങൾ അവരുടെ 4 ടൈപ്പ് ഓഫ് മന്തി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് പേഴ്സണലി അല്ല, എല്ലാവർക്കും കഴിച്ചതിൽ ഇഷ്ടപ്പെട്ടതാണ് അവരുടെ ബീഫ് തവ മന്തി. തവയിൽ ബീഫ് സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മന്തി. ആൻഡ് ഷുവ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഫ്ലേവറും മസാലയൊക്കെ ചേർന്നിട്ടുള്ള മന്തിയാണ്. അതുകൊണ്ട് തന്നെ മലയാളീസിന് കുറച്ചുകൂടി ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ്. കാരണം നമുക്ക് എരുമ്പുളിയൊക്കെ ഉള്ളതല്ല ഇഷ്ടം. ഷുവ ആയാലും തവ മന്തി ആയാലും ബീഫിൻ്റെ ക്വാളിറ്റി ടെക്സ്ചറൊക്കെ എടുത്ത് പറയേണ്ടതാണ്. കാരണം നമ്മൾ പിടിക്കുമ്പോഴത്തേനും ഇങ്ങനെ പൊടിഞ്ഞു പോണ പോലെ ആയിരുന്നു ബീഫ്. കാരണം അത്രയ്ക്കും വെൽ കുക്ക്ഡ് ആയിരുന്നു. ആൻഡ് ഉള്ളിക്കൊക്കെ നല്ല രീതിയിൽ ഫ്ലേവർ പിടിച്ചിട്ടുണ്ട്. പിന്നെ ട്രൈ ചെയ്തതാണ് അവരുടെ നോർമൽ അൽഫാം മന്തിയും പിന്നെ പെരി പെരി അൽഫാം മന്തിയും. രണ്ടും അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പെരി പെരിയിൽ കുറച്ച് സ്പൈസിനെസ് കൂടുതലാണ്, എന്നാലും നമുക്കത് പറ്റും. ആ ഒരു മയോണൈസും റൈസൊക്കെ കൂടി കഴിക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ്ലി ഞങ്ങൾ അവരെ ട്രൈ ചെയ്തതാണ് സ്പൈസി ചിക്കൻ മന്തി. സ്പൈസി ചിക്കൻ മന്തി എന്ന് പറയുമ്പോൾ നോർമൽ കുഴിമന്തിയിലെ ചിക്കൻ ഉണ്ടാവില്ല, അതിലവർ കുറച്ച് സ്പൈസി ആഡ് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ് നമുക്ക് തരുന്നത്. അതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നല്ല സോഫ്റ്റ് ചിക്കനായിരുന്നു. ചാവക്കാട് ഭാഗത്ത് ഇത്രയും നല്ല മന്തി റൈസ് കിട്ടുന്ന ഒരു പ്ലേസ് ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ എൻ്റെ അറിവിൽ ഇത്രയും നല്ല ഫ്ലേവറിലുള്ള റൈസ് കിട്ടണം വേറെ സ്പോട്ടില്ലാന്ന് ഈ ഒരു ഏരിയയിൽ കിട്ടാം. മയോണൈസ് ആയാലും തക്കാളി ചട്നി ആയാലും അത്യാവശ്യം നല്ല തിക്നെസ്സിലാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ പോയാൽ തക്കാളി ചട്നിയൊക്കെ വെള്ളം പോലെയാണ് നമുക്ക് കിട്ടാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ആ റൈസും മയോണൈസും ചട്നിയും പിന്നെ മീറ്റ് ചിക്കൻ ഏതെന്നുവെച്ചാൽ കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ മലയാളികൾ ബിരിയാണി ഇഷ്ടമാണെന്ന് പറയുമെങ്കിലും കഴിക്കാൻ പോകുമ്പോൾ കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു ഐറ്റം മന്തിയായി മാറിയിട്ടുണ്ട്. ലാസ്റ്റ്ലി ഞങ്ങൾ അവിടുന്ന് ഒരു ലൈം ജ്യൂസും കൂടി കുടിച്ചിട്ടാണ് നിർത്തിയത്. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചാവക്കാട് പാവർട്ടി സർസേത് സ്കൂളിലൊക്കെ തൊട്ടപ്പുറത്തായിട്ടാണ് NR മന്തി. ഇവർക്ക് വലപ്പാട് ഹംദി മന്തി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ചും കൂടി ഉണ്ട്. അവരുടെ തന്നെയാണ് ഇവിടെയുള്ള NR മന്തിയും. അപ്പോൾ പാവർട്ടി വഴി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മന്തി കഴിക്കാൻ താല്പര്യമുണ്ട്, മന്തി മാത്രമല്ല ഷുവയും കൂടി കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്തോളൂ. ഷൂ ഒന്നും നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വഞ്ചർ. താങ്ക് യു. ചോറ് അമ്പൂറോടെ പോയി ശരിക്കല്ലേ കഴിഞ്ഞിട്ട് ചെറിച്ച് എല്ലാരും കൂടി ചെറുക്കിയേ എടുത്ത് കുടിച്ചോ. എടുത്തോളാം.